നമ്മള് ചെസ് കളിയെ ആഘോഷത്തോടു കൂടി കണ്ടിരുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആ ചെസ് കളിയെ ആഘോഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെയുള്ള ആളുകളെല്ലാം നിരന്തരം ചെസ് കളിക്കുകയും ചെസ്സിലെ പഴയ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ കഥകളൊക്കെ വായിക്കുകയും അവരുപയോഗിച്ച് ടെക്നിക്കുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും അങ്ങനെ നിരന്തരം എവിടെയെങ്കിലുമൊക്കെ ചെസ് ടൂർണമെന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടെയൊക്കെ കൃത്യമായിട്ട് പോവുകയും അറിയാത്ത ആളുകൾ വീട്ടിലുണ്ട് അവരോട് പറഞ്ഞ് അവരെ എത്തിക്കാനും ഒക്കെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഈ കുടുംബ പശ്ചാത്തലമാണ് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പോൾ എല്ലാവരും നല്ല വിലയേറിയ സ്യൂട്ട് ധരിക്കുന്നവരാണ്. ഇപ്പൊ സ്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തൊരു വസ്ത്രമാണ്. കാരണം ഒരുപാട് ഇതിന്റെ പുറത്ത് അനവധി ഡ്രസ്സൊക്കെ ഇട്ട് കോളറിന്റെ ഇവിടെ വെച്ച് ടൈ ഒക്കെ കെട്ടി മുറുക്കി ഒക്കെ വെച്ച് കഴിയുമ്പോൾ കാലാവസ്ഥയുമായിട്ട് ചെയ്ത് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക പാടാണ് എന്ന് നമ്മൾ പറയും. അല്ലെ സ്യൂട്ട് ഇടാൻ നമുക്കൊരു മടി തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അയ്യോ സ്യൂട്ടൊക്കെ ഇടാനോ ഞാനോ ശരിയാവില്ല എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മുഴുവൻ ആളുകളും സ്യൂട്ട് ധരിക്കുന്നവരാണെന്ന് വിചാരിക്കുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി ധരിച്ചു അല്ലെ, പിന്നെ നമ്മളും സ്യൂട്ട് ഇടുന്ന ആളായിരിക്കും. ഇത് പലപ്പോഴും പല ട്രെയിനേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ സ്യൂട്ട് ധരിച്ചവർ വരുന്ന കാണും. അപ്പൊ അവരെ ചിലപ്പോൾ ചിലരൊക്കെ അതിനൊക്കെ കുറച്ചവരെയൊക്കെ പരിഹസിക്കുകയോ കുറ്റം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ചൂടുള്ള അവസ്ഥയിലൊക്കെ ഈ സൂട്ടും ഒക്കെ ധരിച്ച് നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഇതാണ്: അവർ ചേരുന്ന സംഘങ്ങളിലുള്ളവരൊക്കെ തന്നെയും സ്യൂട്ട് ധരിക്കുന്നവരാണ്. അവര് ക്രമേണ അവരും അറിയാതെ ആ സൂട്ട് വലിയ വില കൊടുത്ത് ആ സൂട്ട് വാങ്ങുവാനായിട്ടുള്ള നിർബന്ധിതരായിത്തീരും. അപ്പോ അതിനുവേണ്ടി നമ്മൾ പണം മുടക്കിയൊക്കെ വാങ്ങിക്കും. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു പുതിയ തമാശ പറയുകയാണെന്ന് വിചാരിക്കുക, പുതിയൊരു തമാശ പറയും, നമ്മളും എന്ത് ചെയ്യും, കുറെ കഴിയുമ്പോൾ അറിയാതെ ഈ തമാശ ഉപയോഗിക്കാൻ നമ്മുടെ ശൈലിയിലും ഈ തമാശ അറിയാതെ കയറി വരും. അതുപോലെ തന്നെ ഒരു കൂട്ടത്തിന്റെ ഒപ്പം ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഈ പെരുമാറ്റങ്ങളൊക്കെ ആകർഷകമായിട്ട് കാണുമ്പോൾ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കണ്ടു ആ ഗ്രൂപ്പിൽ നമുക്ക് മെമ്പർ ആവണം എന്ന് തോന്നുന്നത് ആ ഗ്രൂപ്പിന്റെ ചില സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ നമുക്ക് ഇഷ്ടമാകുന്നത് കൊണ്ടാണ്. അപ്പോ ലോകത്തിൽ 3 തരത്തിലുള്ള ആളുകളെയാണ് ആളുകളുടെ ശീലങ്ങളെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുക. 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമുക്ക് അടുപ്പമുള്ളവരാണ്. നമ്മളുമായിട്ട് അടുപ്പമുള്ളവരുടെ ശീലങ്ങൾ ക്രമേണ നമ്മളിലേക്കും കയറി വരും. ഇതോടൊപ്പം തന്നെ ധാരാളമായിട്ടുള്ളവർ, എണ്ണത്തിൽ കൂടുതലുള്ള ചില ആളുകളുണ്ടെങ്കിൽ അവരുടെ ശീലങ്ങളെ നമുക്ക് അനുകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ശക്തരായവർ. ശക്തരായവർ പറഞ്ഞാൽ ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നത്. പലപ്പോഴും ഈ നമ്മൾ അനുകരിക്കുന്ന ആരെയാണ്? സെലിബ്രിറ്റികളെ ആണ്, താരങ്ങളെയാണ് നമ്മൾ അനുകരിക്കുക. കാരണം അവരാണ് കുറച്ചുകൂടി ശക്തരായവർ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ശക്തരായവരവരാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിൽ ഓരോ സംഘവും സ്വഭാവ പരിണാമത്തിന്റെ രണ്ടാമത്തെ നിയമമായിട്ടുള്ള ശീലങ്ങൾ ആകർഷകമാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നവരാണ്. ഈ അടുപ്പമുള്ളവരാണെങ്കിലും ധാരാളമായിട്ട് ലോകത്ത് കാണുന്നവരാണെങ്കിലും ശക്തിയുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ ശീലങ്ങൾ ആകർഷകമാക്കാൻ നമ്മളെ സഹായിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ അടുപ്പമുള്ളവരുടെ കാര്യം പറയുന്നു. ഒന്നാമത്തെ വിഭാഗമായിട്ടുള്ള അടുപ്പമുള്ള ആളുകൾ, ഇവരെ നമ്മൾ പലപ്പോഴും അനുകരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് ചില ശീലങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഓരോ സംഘങ്ങളെ അവർ ചേർന്ന് പോകുന്ന സംഘങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രണയ സ്വഭാവങ്ങൾ, ഇത് നമ്മളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തന ശൈലികൾ നമ്മളിലേക്ക് പകർന്നു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളെ സ്വാധീനിച്ചു കളയും. അപ്പോ നമ്മുടെ സുഹൃത്തിലൊരുവൻ മദ്യപാന ശീലമുണ്ടെങ്കിൽ നമ്മളിലേക്കും അത് ക്രമേണ കടന്നു വരും. കഞ്ചാവ് ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലെ ആളുകൾക്കുണ്ടെങ്കിൽ നമ്മളും ക്രമേണ അതൊരു ഉപയോഗം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പുറത്ത് നിൽക്കുമ്പോഴാണ് അത് ശരിയല്ല, അതിലേക്കൊന്നും പോകരുതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് സാധാരണയായിട്ട് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടത്തിന്റെ കൂടെയാണ് നമ്മൾ കൂടിയിരിക്കുന്നതെങ്കിൽ അതൊരു സാധാരണ കാര്യമായിട്ട് നമ്മളും പതുക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പോ നമ്മുടെ ഭാര്യ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്:
ഡോറിന്റെ കതകുകളൊക്കെ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്ന് വിചാരിക്കുക ഭാര്യ. ഇതേ ഭാര്യയുടെ ഭർത്താവ് ക്രമേണ ആ ശീലത്തെ അനുകരിക്കാൻ തുടങ്ങും. ഭാര്യ 1-2 തവണ ഇത് ചെയ്യുന്ന കണ്ടു കഴിയുമ്പോൾ ഭർത്താവും പിന്നെ എന്ത് ചെയ്യും? രാത്രിയാകുമ്പോൾ കഥയൊക്കെ കുറ്റിയിട്ടോ, പണ്ടൊക്കെ ആണെങ്കിൽ കോഴിക്കൂട് അടച്ചോ, ഇപ്പൊ കോഴികളൊന്നും ഇല്ലെന്ന് തോന്നുന്നത്, കോഴിക്കൂടൊക്കെ അടച്ചോ എന്നൊക്കെ ഒന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ ഒരു തമാശ പോലെ പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മലയാളികളാണെങ്കിൽ രാത്രി ഭാര്യയെ വിളിച്ചു ചോദിക്കുന്ന പിള്ളേർ ഇറങ്ങിയോ, കോഴിക്കൂട് അടച്ചോ, കഥകിന് കുറ്റിയിട്ടോ എന്നൊക്കെ ആയിരിക്കും. വിദേശത്തുള്ള സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്വീറ്റ് ഡ്രീംസ് ഡാർലിംഗ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു വണ്ണമുള്ള സുഹൃത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. തടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു സുഹൃത്തുമായിട്ടാണ് നമ്മുടെ കൂട്ടെങ്കിൽ ഒരു ക്രമേണ നമ്മളും തടി വെക്കാനായിട്ട് തുടങ്ങി. അതായത് 57% അതിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വണ്ണമുള്ള ഒരു ആളാണ് നമ്മുടെ ഉറ്റ സുഹൃത്തെങ്കിൽ നമ്മളും ക്രമേണ വണ്ണം വെക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളെ നമ്മൾ അനുകരിക്കാൻ തുടങ്ങും. കാരണം വണ്ണമുള്ളവർക്ക് അവരെപ്പോഴും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ്, മധുരം കഴിക്കാനായിട്ടൊക്കെ ഇഷ്ടമുള്ളവരാണ്. അപ്പൊ ഇവരുടെ ഒപ്പം നടക്കുമ്പോൾ പലപ്പോഴും ആ ശീലത്തിനെ നമ്മളിലേക്കും അത് കയറി വരും. അത് ക്രമേണ നമുക്ക് എന്ത് ചെയ്യും? അതേ ശാരീരിക പ്രകൃതി സമ്മാനിക്കും. ഇത് തന്നെ നേരെ തിരിച്ചും സംഭവിക്കാം. മെലിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെയാണ് നമ്മൾ സൗഹൃദമെങ്കിൽ നമ്മളും ക്രമേണ മെലിയുവാനായിട്ട് തുടങ്ങും. കാരണം അവരുടെ ശീലങ്ങളൊക്കെ നമ്മളിലേക്കും കടന്നു കയറും. അപ്പോ ചുറ്റും നിറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം ഈ ശീലങ്ങളെയൊക്കെ. അപ്പോ നമ്മുടെ ചുറ്റുമുള്ളത് മോശം ശീലങ്ങളുള്ള ആളുകളുടെ കൂട്ടമാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകും, അല്ലെ? നമ്മൾ സംഘജീവികളാണെന്ന് പറഞ്ഞു, സംഘം ചേരാൻ ഇഷ്ടപ്പെടുന്നു, സംഘങ്ങളുടെ കൂടെ പോകുന്ന ഒരു ഭാരമല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചേരുന്ന സംഘങ്ങൾ മോശം ശീലമുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകും. കാരണം നമ്മളും മോശം ശീലങ്ങൾക്ക് അടിമയായിരുന്നു. അപ്പോ അങ്ങനെയുള്ള സംഘങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ചേരുന്ന സംഘങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല കരുതലുകളുള്ള സംഘടനകളാണെങ്കിൽ അതിന്റെ ഒപ്പം നമ്മൾ ഏറെക്കാലം ഒത്തുചേർന്ന് പോകും. നമുക്ക് ഇനി ഇഷ്ടമാണ്, അതിലെ പല ആക്ടിവിറ്റികളും നമുക്ക് ഇഷ്ടപ്പെടും, അവരോടൊപ്പം സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ, ഒത്തുചേരാൻ, ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെ? അതുകൊണ്ടാണ് നമ്മളൊരു സംഘത്തിന്റെ ഒപ്പം പോകുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഘടകങ്ങൾ. അപ്പോ ഇവിടെ ഒരു കഥ പറയുന്നത്, ഒരു ബഹിരാകാശ സഞ്ചാരി പഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഒരു റോബോട്ടിക്കിനെ കുറിച്ചിട്ടൊരു ക്ലാസ് എടുത്തു. ബഹിരാകാശ സഞ്ചാരി ഒരു സ്കൂളിൽ വന്നിട്ടൊരു റോബോട്ടിക് ക്ലാസ് എടുത്തു. പക്ഷെ ആ ക്ലാസ് എടുത്തിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. പക്ഷെ കാലം മുന്നോട്ട് ചെന്നപ്പോൾ ഈ ക്ലാസ്സിലെ 10-ൽ 3 പേരും ബഹിരാകാശ സഞ്ചാരികളായി മാറി. കാരണം അവരിലേക്ക് ചെറുപ്പത്തിലെ ഇങ്ങനെയൊരു വിഷയാവതരണം ലഭിച്ചു. അപ്പൊ നമ്മളുടെ പഠനങ്ങളാണ് നമ്മളെ മെച്ചപ്പെടുത്തുന്നത്. നമ്മൾ ചേരുന്ന സംഘങ്ങളോടൊപ്പം തന്നെ ഏത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, ഇതാണ് നമ്മളെ വളർത്തുക. പലപ്പോഴും നമ്മൾ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഇതിന് അനുയോജ്യമായിരിക്കണമെന്ന് പറഞ്ഞുവെങ്കിലും നമ്മളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തുക, നമ്മൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ അറിവുകൾ നേടുക, കൂടുതൽ നല്ല ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുക. ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളും നമ്മുടെ ചുറ്റുപാടും വളരാൻ തുടങ്ങും. നമ്മൾ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ചോർന്നു പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ പഠിക്കുവാനായിട്ടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബഹിരാകാശ സഞ്ചാരിയായ ഒരു വ്യക്തി തന്റെ ചെറുപ്പകാലത്തിൽ തന്നെ മറ്റൊരു സ്കൂളിൽ പോയി ഒരു റോബോട്ടിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു. പക്ഷെ ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയില്ലാത്ത ആ കുട്ടികളിൽ ഈ കാര്യത്തിന്റെ അറിവുകൾ ഉണ്ടായി. ചെറുപ്പത്തിലെ തന്നെ അവരുടെയൊക്കെ ലക്ഷ്യം ഒരു ബഹിരാകാശ സഞ്ചാരിയാവുക എന്നുള്ളതായിരുന്നു. കാലക്രമത്തിൽ ആ സ്കൂളിലെ 10-ൽ 3% പേരും ബഹിരാകാശ സഞ്ചാരികളായി മാറുകയുണ്ടായി. അപ്പോ കുട്ടികളോടൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അറിവുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ളതാണ്. കാരണം ഇവരുടെ മനസ്സിലൊക്കെ പതിയാൻ സാധ്യതയുള്ള പ്രായമാണ് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾക്കൊത്ത് നമ്മളുടെ വീടിനെയും ക്രമീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.
എന്താണോ അവരുടെ താല്പര്യം, അതായത് ഏത് വിഷയത്തിലേക്ക് പോയാലും, ഏത് ജോലി, ഏത് കാര്യത്തിൽ പോയി അതിൽ അഗ്രഗണ്യനായി കഴിഞ്ഞാൽ അവൻ ലോകത്തറിയപ്പെടും, മെച്ചപ്പെട്ടവനാകും. അപ്പോ അവരവരുടെ കഴിവുകൾ അനുസരിച്ചിട്ട് അതിനുവേണ്ടി വീടും ചുറ്റുപാടുകളും ഒരുക്കുക. അത് നമ്മുടെ കാര്യത്തിലായെങ്കിലും കുട്ടികളുടെ കാര്യത്തിലായെങ്കിലും നമ്മുടെ വീടിനെ അതിനുവേണ്ടി ഒരുക്കി കൊടുക്കുക. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവര് വളരാൻ തുടങ്ങും. അപ്പോ മികച്ച ശീലങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ സാധാരണ സ്വഭാവമായിട്ടുള്ള നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാകുക. അപ്പൊ നമ്മളൊരു ബഹിരാകാശ സഞ്ചാരി ആകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, അല്ലെ ബഹിരാകാശ സഞ്ചാരികളുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ചേരുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വായന നമുക്കിഷ്ടമാണ്, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ വൈബാണ് ഒരു കൂട്ടം വായനക്കാരോടൊപ്പം ചേരുമ്പോൾ. നമ്മളുടെ റീഡേഴ്സ് ക്ലബ്ബുകളിലൊക്കെ നമ്മൾ മെമ്പർ ആകുമ്പോൾ നമ്മുടെ വൈബുകൾ കുറച്ചുകൂടെ മാറി. ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനേക്കാൾ മികച്ച അനുഭവങ്ങളാണ് ഒരു കൂട്ടം വായനക്കാരോടൊപ്പം ചേർന്ന് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വായിക്കാനും അറിയാനുമുള്ള സാധ്യതകൾ അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വ്യായാമം ചെയ്യാൻ, ബോഡി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സുഹൃത്തുക്കളോട് നമ്മൾ ബോഡി ഫിറ്റ്നസ് നോക്കുന്ന ആളുകളാണ് നമ്മുടെ സൗഹൃദങ്ങൾ, അല്ല നമ്മുടെ വീട്ടിലുള്ളവരുമൊക്കെ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മളും ക്രമേണ ബോഡി ഫിറ്റ്നസിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ചുറ്റും കുറെ സംഗീതജ്ഞരാണ് ഉള്ളതെങ്കിൽ നമ്മളും സംഗീതജ്ഞരായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോ അന്നേരം നമുക്ക് ഈ പരിശീലനം ചെയ്യുന്ന, ഇപ്പൊ പാട്ട് പാടാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടേറിയ സംഗതിയായിട്ട് തോന്നും. നേരെ മറിച്ച് നമുക്ക് ചുറ്റുമുള്ളവർ പാട്ടുകാരാണ്, നമ്മുടെ വീട്ടിലുള്ളവരുമൊക്കെ തന്നെ പാട്ടുകാരാണെങ്കിൽ ആ പാട്ട് പഠിക്കാൻ പോവുക എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഓരോ കാര്യത്തിനും അതേ സ്വഭാവമുള്ള സംഘത്തിന്റെ കൂടെ കൂടിയാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആഗ്രഹമുള്ള ശീലം സ്വാഭാവികമായി ചെയ്യുന്ന ഒരു സംഘത്തിന്റെ കൂടെ ചേരുക എന്നുള്ളതാണ്. നമുക്ക് സംഗീതജ്ഞനാവണോ, പാട്ട് പഠിക്കണോ, അത്തരത്തിലുള്ള ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു സ്പോർട്സ്മാൻ ആകണമോ, അത്തരത്തിലുള്ള ആളുകളുടെ ഗ്രൂപ്പിൽ കൂടുക. നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ ഇതിനോടൊപ്പം തന്നെ ഒഴുകിച്ചേർന്ന് പോകും. നമ്മൾ മികച്ച പ്രചാരകരാവണോ, പ്രസംഗകരാകണോ, അത്തരത്തിലുള്ള ഗ്രൂപ്പിന്റെ കൂടെ കൂടുമ്പോൾ അതിനുള്ള സാധ്യതകൾ അവിടെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ വർദ്ധിക്കുന്നു. വളരെ വേഗത്തിൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും.